അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങനെ അപ്പാടെ എഴുതി തള്ളേണ്ട ഒരു സംഘടനയല്ല അത്. അമ്മയ്ക്ക് നേരെ രൂക്ഷമായി തിരിച്ചടിച്ചു. അത് ഓരോരുത്തർക്ക് സൗകര്യം പോലെ വായിക്കാൻ കൂടുതൽ ആളെ കിട്ടുന്ന രീതിയിലായി ക്യാപ്ഷൻ. അത് പോട്ടെ. എനിക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ, സംഘടന എന്നും വേണം, തീർച്ചയായിട്ടും വേണം. തെരഞ്ഞെടുപ്പുകളിലെല്ലാം കുറച്ച് ഒരു പക്ഷപാതപരമായ ഇഷ്ടങ്ങൾ, മറ്റുള്ളവരുടെ ശുപാർശകൾ, വലിയ വലിയ ആൾക്കാരുടെ കാര്യമില്ല, മറ്റുള്ളവർ സാധാരണക്കാരറിയണം. അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അറിയുന്നില്ല പലതും. സിനിമ ഗ്ലാമറിലാണ് ഈ ചെറുപ്പക്കാരി പെൺകുട്ടികൾ. അത് അവരുടെ പ്രായം അതാണ്. റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞ് ചാടി കളിച്ച് തുള്ളി പരിപാടി കഴിഞ്ഞ് തീർന്നു. നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഞാൻ തിരുവനന്തപുരത്തെ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഈ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ച്, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പ്രത്യേകം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അതിനകത്തൊരു ബുക്ക് റിലീസ് ഉണ്ടായിരുന്നു. ചേച്ചി വരണം. അത് സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ മേൽവിലാസം ലോകപ്രശസ്തനായ ഒരു ക്യാൻസർ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ പെങ്ങളെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ലേബൽ, ഡോക്ടർ എം വി പിള്ളയുടെ. അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞില്ല. അവർ അല്ല, ചേച്ചിക്കൊരു സെൽവാക്കുണ്ട്, ചേച്ചി പറയുന്നത് കേൾക്കാൻ സ്ത്രീകളുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമാണ് ചേച്ചി അതിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്തറിയാം. ഞാൻ എൻ്റെ ചേട്ടൻ്റെ പ്രസംഗങ്ങളിലൂടെയാണ് പലതും ഈ അസുഖത്തിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞത്. ചേട്ടൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതുകയും പ്രസംഗിക്കുകയും, ഒരു പേഷ്യൻ്റ് വന്നാൽ കഥ പറയുന്ന പോലെ പറഞ്ഞു കൊടുത്ത് ആ ഒരു ഭയം ഒന്ന് കുറച്ച് ചികിത്സിക്കുകയൊക്കെ ചെയ്ത ഒരു ഭിഷഗ്വരനാണ്. ഇവർക്കൊക്കെ അറിയാം അദ്ദേഹത്തെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫംഗ്ഷന് പോയി. അപ്പോൾ അതിൽ വേറൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മരുമകൾ പൂർണിമ ചെങ്ങന്നൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഞാനിവിടെ തിരുവനന്തപുരത്ത് SP മെഡിഫോർട്ടിൽ പോയി. അവിടെ ചെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അലേച്ചി അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. കാരണം ഇപ്പോൾ അമ്മ അഡ്ഹോക് കമ്മിറ്റി അല്ലേ സംഘം. ഞാൻ അത് ഇനിയിപ്പോൾ ജനറൽ ബോഡിയൊക്കെ വിളിച്ച് ഇലക്ഷൻ വരുമ്പോൾ തരും. അപ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം, ഞാൻ പണ്ട് പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം, പെൻഷൻ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ കുറച്ചുകൂടെ ഒരു ഇല്ലായ്മക്കാരെ പരിഗണിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പണ്ടുള്ള ഇടവേള ബാബുവായിരുന്നു സെക്രട്ടറി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ പത്രത്തിനകത്തൊക്കെ രൂക്ഷമായി പ്രതികരിച്ചു. അത് അമ്മയ്ക്ക് നേരെ രൂക്ഷമായി തിരിച്ചടിച്ചു. അത് ഓരോരുത്തർക്ക് സൗകര്യം പോലെ വായിക്കാൻ കൂടുതൽ ആളെ കിട്ടുന്ന രീതിയിലായി ക്യാപ്ഷൻ. അത് പോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല, വായിച്ചാലും. പക്ഷേ അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങനെ അപ്പാടെ എഴുതി തള്ളേണ്ട ഒരു സംഘടനയല്ല അത്. ഞാൻ ആദ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സംഘടനയുടെ കാര്യങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ചേച്ചിക്ക് പറയാമല്ലോ, ചേച്ചിക്ക്. ഞാനൊരു കാര്യം മാത്രം പറയാം. കാരണം അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ മോഹൻലാലിന് മനസ്സിലാകും, മമ്മൂട്ടിക്ക് മനസ്സിലാകും. അതായത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രമുഖരായ 2 വ്യക്തികളെന്ന് പറയുന്നത് ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ തന്നെയാണല്ലോ. അതറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, നമ്മുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന TP മാധവൻ ചേട്ടൻ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെ വിട്ടുപോയി. ചേട്ടനുള്ള സമയത്ത്, പിന്നെ മധുസാറുള്ള സമയത്ത്, ബാലേന്ദ്ര മേനോൻ, ഇവരെല്ലാവരും ഈ സംഘടനയെ ഒരുപാട് വളർത്തിക്കൊണ്ടുവരാൻ ഉത്സാഹിച്ച കൂട്ടത്തിൽ. തുടങ്ങുന്ന സമയത്ത് ലൈഫ് മെമ്പർഷിപ്പ് എടുത്ത ആളാണ് സുവേട്ടനും ഞാനും. ആദ്യത്തെ അതിൻ്റെ നമ്പർ നോക്കിയാലറിയാം, ആദ്യത്തെ ലൈഫ് മെമ്പേഴ്സിൽ 2 പേരാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് മീറ്റിങ്ങിന് പോകാറുണ്ട്. ചിലരൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് നല്ല പ്രസംഗം പറയാറുമുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും. കള്ളമല്ല, ഇത്രയും പേർക്കൊക്കെ ചെയ്യുന്നല്ലോ ഇങ്ങനെയൊക്കെ, വേറെ എവിടെ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയുള്ള കാശുണ്ടാക്കുന്നത് ഈ താരങ്ങൾ തന്നെ അധ്വാനിച്ചിട്ടാണ്. അവർ താരനിശ നടത്തി അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനം അക്കൗണ്ടിലിട്ട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വളരെ നല്ല കാര്യമാണത്. കാരണം അങ്ങനെയൊക്കെ നടക്കൂ. അല്ലാതെ ഇപ്പോൾ എല്ലാവരും കൂടെ കയ്യിൽ നിന്ന് ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ കൊടുക്കുന്നത് പോലെ ഇന്നലെ വന്നൊരു നടന് സംഭാവന ചെയ്യാൻ പറ്റിയത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, ഈ ഒരു വരുമാന മാർഗം എന്താണ് എന്ന് കണ്ടുപിടിക്കുകയും ആലോചിക്കുകയും ചെയ്ത് അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ പറയാം. കാരണം ഞാനിതുപോലെയൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്, എൻ്റെ സുഖമായിട്ടല്ലേ. പക്ഷെ അതൊന്നും ഞാനിപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പ്രസിദ്ധപ്പെടുത്താറില്ല. കാരണം അതൊരു വലിയ സംഘടനയല്ല. അത് എൻ്റെ കുടുംബത്തിൽ എനിക്കത് നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ളത് അവിടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, സംഘടന അതിനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്, അതിനെ വാഴ്ത്തുന്നവരുമുണ്ട്. എനിക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ, സംഘടന എന്നും വേണം, തീർച്ചയായിട്ടും വേണം. അതിൻ്റെ തലപ്പത്ത് മമ്മൂട്ടിയോ മോഹൻലാലിനെയോ പോലെയുള്ള അനുഭവജ്ഞാനമുള്ളവർ, ലോകപരിചയമുള്ളവർ, ചലച്ചിത്ര ലോകത്തിനെ അടിമുടി അറിയാവുന്നവർ തന്നെ അവിടെ ഇരിക്കണം. പിന്നെ അതല്ല പ്രധാനം,
അവർക്ക് എന്തും രാവിലെ ആപ്പീസ് ഒന്നുമില്ല, മറ്റേ സെക്രട്ടേറിയറ്റ് വരുന്ന പോലെ ഒപ്പിട്ടച്ച് അതൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നീടുള്ള ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുന്നവർ നമുക്ക് അവർക്ക് അവരുടെ ഒരു ഭാവം അങ്ങ് മാറുക. ഇത് ഏതാണ്ട് മറ്റേ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പോസ്റ്റാന്നൊക്കെയുള്ള മട്ടിൽ നടക്കാതെ കൃത്യമായിട്ട് ആ ജോലികൾ ചെയ്യുക. അങ്ങനെയാണ് ഞാനൊരിക്കൽ ഈ ഇടവേള ബാബുവിൻ്റെ അടുത്ത് ബാബു വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരു സെക്രട്ടറിയാണ്, എല്ലാത്തിനും ഓടിക്കോളും, ഒരുപാട് അധ്വാനിയാണ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഞാൻ ബാബു ഇതിലും ഇപ്പോൾ നിങ്ങൾ വായിച്ച പേരുകൾ ഇന്നാരൊക്കെയാണ്, പക്ഷേ ഇവർക്കൊക്കെ ചെറുപ്പമായതുകൊണ്ട് കൊടുക്കേണ്ടതല്ല, പിന്നെ മറ്റു വരുമാന മാർഗ്ഗങ്ങളുണ്ട്, അവർക്കൊക്കെ വിദേശത്ത് പോകാം, ഷോ നടത്താം, അതിൻ്റെ കാശ് ഇവിടെ വരുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്, ഇതിനൊക്കെയുള്ള ആരോഗ്യം പോയവർ കിടക്കുന്ന കുറച്ച് പേര്. അന്ന് ഞാൻ 1-2 പേരുടെ പേര് പോലും പറയാം, ഞാൻ അവർക്കൂടൊക്കെ ശരിയാ. അപ്പം ബാബു അത് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല, ശരിയാ അടുത്ത പ്രാവശ്യം ആട്ടെ ചേച്ചി. ഈ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആ പേരുകൾ ആ ലിസ്റ്റിൽ വരുന്നത്. അതെനിക്കൊരു സങ്കടം തോന്നി. കാരണം തീരെ അവശരായിട്ട് വേഷങ്ങളുമില്ല. സത്യം പറഞ്ഞാൽ അവിടെയൊക്കെയാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ചെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വേഷം കൊടുത്തിട്ട് അവർക്ക് വല്ല 10,000 രൂപ വാങ്ങിച്ചു കൊടുക്കും അവരൊക്കെ. അതൊന്നും അവരെ ചെന്ന് കാണാനുള്ള ആരോഗ്യം പോലും ഇവർക്കില്ല. അപ്പോൾ ചെയ്യാവുന്നത് ഫോണിൽ കൂടെ നമ്മളോട് ഇതൊക്കെ പറഞ്ഞിട്ട്, അയ്യോ കുഞ്ഞേ മോളെ അങ്ങനെ ഇങ്ങനെ രാജുവിനോട് പറയണേ, അവരോട് പറയണേ. അങ്ങനെ വലിയ നടികൾക്ക് പോലും സാമ്പത്തികമായിട്ട് എത്രയോ ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവരൊക്കെ കൊച്ചു പിള്ളേരല്ലേ, ആരോഗ്യമുണ്ടല്ലോ, ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാം, ഇപ്പം ഇന്നാർക്കില്ല. അപ്പോൾ അവിടെ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിങ്ങനെയാണ് അങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് കൊടുത്തത്, ഇങ്ങനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞിട്ട് കൊടുത്തു, വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെയല്ല അത് തീരുമാനിക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഇത് ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് എലിജിബിളായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സീനിയോറിറ്റി നോക്കി പടങ്ങൾ കുറഞ്ഞവരെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഒരുപക്ഷെ ശാരീരികമായിട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ വയ്യാത്തവർ, അതിൽ പടങ്ങളിൽ നിന്ന് ഇനി വിളിച്ചാൽ അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ അഭിനയിക്കാനുള്ള ആരോഗ്യമില്ല എന്ന് സംവിധായകർക്ക് തോന്നുന്നവർ, ഇതൊക്കെ ഉണ്ട് ഈ ലിസ്റ്റിൽ. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് ആദ്യം അവർക്ക് കൊടുക്കുക. അതൊരു പുണ്യമല്ലേ അതൊക്കെ. അയ്യോ ഇങ്ങനൊരു സംഘടന ഉള്ളതുകൊണ്ട് എനിക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള കാശെങ്ങനെ കിട്ടുമല്ലോ, 5,000 എങ്കിൽ 5,000, 10,000 എങ്കിൽ 10,000, എത്രയോ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ആരോഗ്യത്തോടെ വിദേശത്ത് പോയി കോമഡി ഷോയിൽ പങ്കെടുക്കുകയും മറ്റ് പല സ്റ്റേജ് ഷോകൾക്ക് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് കാശുണ്ടാക്കുന്നവർക്ക് അതിൻ്റെ അടുത്തതായിട്ട് വെക്കണം. അവരാരും വഴക്കുണ്ടാക്കത്തൊന്നുമില്ല, ആദ്യം മറ്റേ സ്ത്രീക്ക് എന്തിനു കൊടുത്തൊന്നും അവരാരും ചോദിക്കത്തൊന്നുമില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കുറച്ച് ഒരു പക്ഷപാതപരമായ ഇഷ്ടങ്ങൾ മറ്റുള്ളവർ, പ്രസിഡൻറ്റും മറ്റേ വൈസ് പ്രസിഡൻറ്റോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഉപദേശകരായിട്ടിരിക്കുന്ന വലിയ ആൾക്കാരുടെ കാര്യമില്ല, മറ്റുള്ളവരുടെ ശുപാർശകൾ അവിടെ പല ഭാഗത്തും അതിരുന്നുണ്ട്, അതുകൊണ്ടാണ് കിട്ടാത്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് 3ാമതൊരാളെ വെച്ച് ചോദിക്കാതെ നേരിട്ട് ഇടവേള ബാബുവിനോട് ഞാൻ ചോദിച്ചു. ബാബു പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കാം ചേച്ചി. ബാബു ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ന്യൂസ് വന്നത് ശക്തമായി, ഇതാണ് മല്ലിക സുഭാഷ ഏതോ ഒരു വാക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത് ബാബു സെക്രട്ടറി ആയിരുന്ന കാലത്ത് പറഞ്ഞതാണല്ലോ അല്ലേ. അപ്പോൾ അതും ചോദിച്ചു. ഈ അടുത്ത കാലത്ത് കണ്ണൂർ നടന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റെ കാര്യവും ചോദിച്ചു. രണ്ടിനും എൻ്റേതായ അഭിപ്രായം പറഞ്ഞു. ഞാൻ ആ ഫംഗ്ഷൻ സ്ഥലത്തുനിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ അമ്മ സംഘടന വെറുതെ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് സംഘടനയാണ് എന്ന് പറയരുത്. അത് തുടങ്ങിയത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. ഒരുപാട് ഇപ്പോൾ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഇതുപോലെ കൈനീട്ടം എന്നുള്ള പേരിൽ പെൻഷൻ പോലെയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുരുത്വം ഇരുന്നോട്ടെ. അത് ഈ ഫീൽഡിൽ വന്ന് കഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു ദക്ഷിണയായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൈനീട്ടമായിട്ടോ ഇരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഈ പെൻഷൻ എന്നുള്ളത് മാറ്റി കൈനീട്ടം എന്നുള്ള പേരാക്കിയത് തന്നെ. അപ്പോൾ അതെല്ലാം നല്ല കാര്യങ്ങളാണ്. സംഘടന അത് എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ അതും ഞാൻ ബാബുവിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ചിലയിടത്ത് വീട് വെച്ച് താക്കോൽ എന്താണ് അതൊരു വലിയ ചടങ്ങാക്കിയാൽ, ഇപ്പോൾ അവിടെ തന്നെ പോയിട്ട് താക്കോൽ ഏൽപ്പിക്കുന്ന ശരി വീട് തീർന്നു. ഈ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് വർഷത്തിലൊരിക്കൽ ഈ വീട് വെച്ചിട്ടുണ്ട് ഇന്നടത്ത് അതാ ഇന്നാർക്കാണ് ആ വീട്, അതിൻ്റെ ഉടമസ്ഥർ വരും, താക്കോൽ മമ്മൂട്ടിയോ മോഹൻലാലോ കൊടുക്കും എന്ന് പറഞ്ഞ് ചെയ്തുകൂടെ? കുറേ കൂടെ കവറേജ് കിട്ടത്തില്ലേ? ഇത് പലതും നമ്മൾ അറിയുന്നത് ബാബുവിൻ്റെ ഒരു ഫോട്ടോ വരുമ്പോഴാണ് അവിടെ വീട് വെച്ചു കൊടുത്തു.
അപ്പോൾ ഞാൻ പറയുന്നത് സാധാരണക്കാർ അറിയണം, അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അറിയുന്നില്ല പലതും. അപ്പോൾ പറയാം അത് ഇന്നാര് പറഞ്ഞിട്ട് വീട് വെച്ച് കൊടുത്തു, ഇന്നാര് പറഞ്ഞിട്ട് വീട് വെച്ച് കൊടുത്തു, ഇന്നാര് പറഞ്ഞിട്ട് ഇന്നത് ചെയ്തു, മറ്റേത് ചെയ്തു, വണ്ടി നന്നാക്കി, വെള്ളം നന്നാക്കി. പക്ഷേ അതൊന്നും ജനത്തിന് അറിയണ്ട. വീട് വെച്ച് കൊടുക്കുന്നതും മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതുപോലെയുള്ള വൃദ്ധരായവരെ സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ജനം അറിയേണ്ടത്. അപ്പോൾ സാധാരണക്കാരൻ പറയുന്നത് ഒന്ന് ചുമ്മാ ഇരിയടോ, അങ്ങനെ ഒരു സംഘടന ഉള്ളതുകൊണ്ടാണ് കുറച്ച് പേര് അവിടെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നത് എന്ന് പറയിപ്പിക്കണം പരസ്യമായിട്ട്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാരെ ഏറ്റെടുത്തേ പറ്റൂ. അത് മോഹൻലാൽ വരട്ടെ പറഞ്ഞോളും, മമ്മൂട്ടി വരട്ടെ പറഞ്ഞോളും, അത് ശരിയല്ല. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞാണോ നമ്മളറിയുന്നതല്ലല്ലോ. ഇപ്പോൾ ഏത് പാർട്ടിയായാലും, ഏത് പാർട്ടിയോ ഒരു സംസ്ഥാനം ഭരിക്കട്ടെ, അത് വേണ്ട അത് ഇങ്ങനെ പറ്റിയ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മുഖ്യമന്ത്രി പറയട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ധനകാര്യ വകുപ്പ് നോക്കുന്ന ആളങ്ങനെ, വിദ്യാഭ്യാസ വകുപ്പ് നോക്കുന്ന ആൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അത് നടപ്പായില്ലെങ്കിൽ പിന്നെ നമുക്ക് അന്വേഷിക്കാം, സാറേ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് എവിടെ പോയി എഴുതി കൊടുക്കാം എന്ന് പറയുന്ന പോലെയുള്ളൂ അമ്മ സംഘടനയും. ആ സംഘടനയ്ക്കൊരു വില വരാൻ, അതിനോട് ആൾക്കാർക്കൊരു താല്പര്യം വരാനാണ് നമ്മൾ അറിയപ്പെടുന്ന വലിയ കലാകാരന്മാരുടെ പേര് തലപ്പത്ത് വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രവൃത്തി ജനത്തിൻ്റെ എത്തിക്കേണ്ട ജോലിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിന് കൂടെ അമ്മ ആഫീസിൽ ചെന്നിരുന്ന ഒരു മീറ്റിങ്ങിൽ കൂടി തമാശ പറഞ്ഞ് പിരിഞ്ഞു പോകരുത്, അയ്യോ പാവം ലാലേട്ടൻ ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്, അല്ല അവിടാണ് ഇവിടാണ്, ഇത് പറയണം. പിറ്റേ ദിവസം ഞാനത് പറഞ്ഞതാണ്, ഇതെല്ലാം പറയുന്നതൊക്കെ സത്യമാണ്. കാരണം ഞാൻ പറഞ്ഞൊരു സ്പോക്സ് പേഴ്സണെ വയ്ക്കുക, നിങ്ങൾ ഒരു പത്രങ്ങളോട് ഈ പിറ്റേ ദിവസം ഒരു പ്രസ് റിലീസ് കൊടുക്കുക. അതിപ്പോൾ ഫോട്ടോ അവിടെ ഇടയ്ക്കൊന്നും വരും, ഒരു വീട് കൊടുത്തതൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല. അത് പറയണമെന്ന് പറയാൻ കാര്യം, നമുക്കൊരു MLA ഉണ്ട് ആലുവയിൽ, അൻവർ സാദത്ത്. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ രാഷ്ട്രീയത്തിന് കൂടെ നടക്കുന്ന ആളല്ല, നിങ്ങൾക്കെല്ലാം അറിയാം, വയസ്സായി, നമുക്കൊന്നും വയ്യ. അപ്പോൾ ഈ അൻവർ സാദത്തിൻ്റെ ഒരു വീട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. എത്ര വീടുകളായി അതിനുള്ള സ്പോൺസറെ കണ്ടെടുത്ത് വലിയ വലിയ ആൾക്കാരുമായിട്ട് കൂട്ടുപിടിച്ച് വീട് പണിയിപ്പിച്ച് താക്കോൽ കൊടുക്കുന്ന ദിവസം അവിടെ വലിയ ഉത്സവമാണത്. എന്നെ വിളിച്ചു, ഞാൻ പോയി. ഞാൻ എപ്പോഴും പറയാം അദ്ദേഹത്തിനെ സമ്മതിക്കണത്, എങ്ങനെ പോയാലും ഒരു 6 മാസം കൂടുമ്പോൾ ഒരു 3-4 വീട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം സ്പോൺസർമാരുമുണ്ട്. ഞാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു ബിസ്മിയോ അവരാരും ആ വീടിൻ്റെ ചുമതലകളെല്ലാം ഏറ്റ്. അപ്പോൾ ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു പുണ്യകർമ്മമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അവരെ തേടിപ്പിടിച്ച് അവരിലൂടെ നമുക്കൊരു പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ നല്ല കാര്യം. അപ്പം ഇതൊക്കെ ഈ സംഘടന ചെയ്യുന്നുണ്ട്. ഇത് വേണ്ടത്ര രീതിയിൽ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് മോഹൻലാലിൻ്റെ ജോലിയല്ല, മമ്മൂട്ടിയുടെ ജോലിയല്ല, ഒന്നുമല്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ആ ചുമതല ഏറ്റെടുക്കേണ്ടത്. അതായത് ഇതിനെക്കുറിച്ചുള്ള നല്ല ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക, നല്ല നല്ല വർത്തമാനങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക. നാളെ അമ്മ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചുമ്മാ ഇരിയടോ, കുറച്ച് പേര് മര്യാദയ്ക്ക് ജീവിച്ചു വന്ന ആ സംഘടന ഉണ്ടായി എന്ന് ധൈര്യപൂർവ്വം തിരിച്ചു പറയാൻ നമ്മൾ സാധാരണക്കാരെ കുറച്ച് പേരെ പ്രാപ്തരാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി അവരറിയണം. അത് ഒരു പരിധി വരെ അത് നടക്കാതെ പോകുന്നുണ്ട്. എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളൂ ഇപ്പോൾ ഉള്ളവരൊക്കെ. പക്ഷേ കുറച്ചുകൂടെ ഈ സിനിമ ഗ്ലാമറിലാണ് ഈ ചെറുപ്പക്കാരി പെൺകുട്ടികൾ ഈ സംഘടനയിലെ ഇത് കാണുന്നത്. അവരെ ഒരു പരിപാടിക്ക് വിളിക്കും, ഗൾഫെങ്കിൽ ഗൾഫ്, ലണ്ടനെങ്കിൽ ലണ്ടൻ, കേരളമെങ്കിൽ കേരളം, ചാനലെങ്കിൽ ചാനൽ പോവുക, അതിൻ്റെ റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞ് അതൊരു രസം. അതവരുടെ പ്രായം അതാണ്. ഇത് തന്നെ ഒരാഴ്ച ഇതിൻ്റെ റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞ് ചാടി കളിച്ച് തുള്ളി പരിപാടി കഴിഞ്ഞ് തീർന്നു. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് കുറച്ചും കൂടെ പക്വതയുള്ള ലോകം കണ്ട സ്ത്രീകൾ എത്രയോ പേര് നമുക്കുണ്ടായിരുന്നല്ലേ. എല്ലാവരും ഉണ്ട്, നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അത് സംസാരിക്കാൻ അറിയാവുന്ന, അതാണ് നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നറിയാവുന്ന. ഇതിപ്പോൾ എന്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവരാന്ന് പറഞ്ഞാലും അവരെല്ലാവരും അവരവരെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ ജീവിതം, അവരഭിനയിക്കുന്ന സിനിമകൾ, അതൊക്കെ പറഞ്ഞോട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ഇതായിരുന്നു പരിപാടി, ഇന്നിടത്തൊരു വീടുണ്ടാക്കി ഞങ്ങൾ കൊടുത്തു എന്ന് സിനിമാ താരങ്ങളൊക്കെ പറയുമ്പോൾ അതിന് കുറച്ചൊരു ന്യൂസ് വാല്യൂ ഇല്ലേ? എന്തിനാ ചുമ്മാതിരിക്കുന്നത്? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. എല്ലാം കൊച്ചു പിള്ളേരാണ്, പെൺകുട്ടികൾ. അവർക്ക് അവരുടേതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അവരിപ്പോൾ തൽക്കാലം ഞാൻ കണ്ടിടത്തോളം ഞാൻ കാണുന്നത് എല്ലാവർക്കും എല്ലാം സന്തോഷമാണ്, എല്ലാം നടക്കട്ടെ, അവർ കൂടെ നിൽക്കും. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള വിലയിരുത്തലുകളോ പറച്ചിലോ ഒന്നുമില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടായത്, അതിജീവിതയുടെ പേരിൽ കുറച്ച് പേരൊരു സംഘടന ഉണ്ടാക്കി, അതും ഇങ്ങനെ 6-7 വർഷമായിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. നല്ല കാര്യം, അതെങ്കിലും എന്തെങ്കിലും നടക്കട്ടെ.
പക്ഷേ ഈ നിലവിലിരിക്കുന്ന കമ്മിറ്റിയിലുള്ളവർ തീർച്ചയായിട്ടും ഒരു പ്രായം ചെന്ന ഒരമ്മയുടെ ഒരു അപേക്ഷയായിട്ട് കാണുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെയൊക്കെ പുറത്ത് പറയുക. ഇങ്ങനെയൊക്കെയാണ് ഈ സംഘടന. അതിനകത്ത് രാഷ്ട്രീയം നോക്കണ്ട, ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ട് എന്തിനാ ഇവരെയൊക്കെ ഭയക്കുന്നത്? ഇല്ലാത്തത് പറയുമ്പോഴാണല്ലോ അത് ഏത് പാർട്ടിക്കാരനാ ഏത് ജാതിയാന്നൊക്കെ ചിന്തിക്കേണ്ടത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഇത് സത്യമാണ് കേട്ടോ, അവർ പറഞ്ഞത് സത്യമാണ് എന്ന് പറയാൻ വിദ്യാഭ്യാസമുള്ള എല്ലാ ജാതിക്കാരനും എല്ലാ രാഷ്ട്രീയക്കാരും തയ്യാറാണ്. അങ്ങനെ ആരും അത് തിരുത്തത്തില്ല, കാരണം അവർക്കറിയാം ഇത് നടന്ന സംഭവം എന്നുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? പറയുക. അല്ലാതെ അതിനെല്ലാം അവിടെ ഇവിടെ ഓടി നടക്കുന്ന വലിയ താരങ്ങൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു സമയവും കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിങ്ങനെ നടക്കുന്നിടത്ത് പോലും പല സമയത്തും വലിയ താരങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. പിന്നെ അതൊരു ഭാഗത്തൂടെ നടക്കുന്നു. ഞാൻ പലതും അറിയുന്നത് ഇടവേള ബാബു ഒരു ഫോട്ടോ അയക്കുമ്പോഴായിരുന്നു, അന്ന് അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലത്ത്. അതുകൊണ്ട് അങ്ങനെയുള്ള സൽപ്രവൃത്തികൾ ഈ കൊച്ചു പെൺപിള്ളേരായതുകൊണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരമാവധി ഇത് വേണം. അവനവൻ അഭിനയിച്ച പടങ്ങളുടെ പബ്ലിസിറ്റി കൊടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൻ്റെയും കൂടെ ഒരു പബ്ലിസിറ്റി കൊടുക്കുക. ചാനലെങ്കിൽ ചാനൽ, പത്രമെങ്കിൽ പത്രം, മറ്റ് സോഷ്യൽ മീഡിയ എങ്കിൽ സോഷ്യൽ മീഡിയ കൊടുക്കണം. നല്ലൊരു വാർത്ത കൊടുക്കാൻ, നല്ല രീതിയിൽ കൊടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇല്ലാത്തതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് എഴുതി ഉണ്ടാക്കുന്നത്. അതിനകത്തിപ്പോൾ ഇത് വരുത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, അതും കൂടെ ചെയ്യണമെന്നുള്ളത് ഒരു വിനീതമായ അപേക്ഷയാണ്. ബന്ധപ്പെട്ട വരാബോധ കമ്മിറ്റിയോ നിലവിലുള്ള കമ്മിറ്റിയോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന സംഘടന മറ്റു ഭാഷകളിലെന്ന് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായിട്ട് മാറും, യാതൊരു സംശയമില്ല.